പ്രശാന്തേട്ട, ബംഗ്ലാദേശിൽ ഈ സംവരണ പ്രക്ഷോഭം പിന്നീട് അട്ടിമറിയായിട്ടുണ്ടല്ലോ. ഭരണം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴവരെല്ലാം സ്വപ്നം കണ്ടത് മികച്ച ഭരണമായിരുന്നു. ഇപ്പോൾ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. അവിടെ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു. അതിനിടയ്ക്ക് ഇന്ത്യയെ ചൊറിയാൻ വരുന്നു. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മിക്കവാറും പണി വാങ്ങി കൂട്ടുന്ന ഒരു കോളും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ഏതോ സൈനികർ, പണ്ട് കേട്ടിട്ടില്ലാത്തവർ വന്ന് ആ രാജ്യത്തെ ആക്രമിക്കുന്നു, അവർ സ്ഥലം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ സ്ഥിതി വളരെ ദയനീയമാണല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്തോ ദയനീയമാവാനാ. ഇപ്പൊ നമ്മൾ ഈ ബംഗ്ലാദേശിന്റെ വിഷയം വന്നതിന് ശേഷം നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന ഒരു ബോർഡർ ആയിരുന്നല്ലോ. 4000 കിലോമീറ്ററോളം വരും, 4200 വരും നമ്മുടെ ആ ബോർഡർ. അപ്പൊ നമ്മളുമായിട്ടുള്ള സൗഹൃദ രാജ്യമായതുകൊണ്ട് അവിടുത്തെ ഒരു നുഴഞ്ഞു കയറ്റമൊന്നും നമ്മളത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കണ്ടമാനം ഇപ്പൊ തന്നെ നമ്മുടെ കണക്കനുസരിച്ച് പോലും 2016 കണക്കനുസരിച്ച് പോലും 2.5 കോടി ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് തിരിച്ചു കയറ്റി വിടുമെന്ന് പറയുന്നതും വളരെ കുറച്ച് ആണെങ്കിലും തിരിച്ചു കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2.5 കോടിയാകുമ്പോൾ നമ്മളെ കേരളത്തിലെ 3 കോടി ജനങ്ങളെ ഉള്ളൂ. 2.5 കോടി ഔദ്യോഗിക കണക്ക്, അത്രയൊന്നും അല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. അപ്പം ചെറിയൊരു കേരളം ചെറിയൊരു സംസ്ഥാനം, ഒരു കലാപത്തിനുള്ള ആളുണ്ട് ഇന്ത്യക്കകത്ത്, മനസ്സിലായ. അപ്പം അത് നമ്മളത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. മാത്രമല്ല, നമ്മൾ പലവട്ടം ഹസീനെ എടുത്ത് പറയുമ്പോഴും ഹസീന പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ കയറ്റി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു രാജ്യത്ത്. ഞങ്ങളുടെ രാജ്യത്തെ പറ്റി അറിയാമല്ലോ, അപ്പൊ അതിനൊരു ഡെവലപ്മെന്റ്സ് വന്നിട്ട് നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു സൗഹൃദത്തിന്റെ മറവിൽ നമ്മൾ അവിടെ നമുക്കറിയാമെങ്കിലും നമ്മൾ അതിനകത്ത് ഒരു തിരിച്ചു കയറ്റി വിടുന്ന ഒരവസ്ഥ നമ്മൾ നിർബന്ധപൂർവ്വം നടത്തിയിരുന്നില്ല. പിന്നെ ഈ ഭീകരന്മാരെയൊക്കെ പിടിക്കുമ്പോൾ അവരെ പിടിച്ച് ജയിലിടുക എന്നുള്ള ഇപ്പം നമ്മൾ പക്ഷേ എല്ലാ സംസ്ഥാനത്തും, മഹാരാഷ്ട്രയിൽ, ഡൽഹിയിൽ എല്ലായിടവും കയറ്റുന്നുണ്ട്, തിരിച്ച് കയറ്റി വിടുന്നുണ്ട്, അല്ലാത്തവരെ സെല്ലിൽ പാർപ്പിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു തീരുമാനം എടുത്തതായിട്ട് അറിയാൻ സാധിക്കും. കേരളത്തിൽ പുറത്തുനിന്ന് ആസാം പോലീസ് ഒന്ന് പിടികൂടുന്നു. അതെ, കേരളത്തിൽ നിന്ന് പിടിക്കണമെങ്കിൽ വെളിയിൽ നാൾ വരണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ബംഗ്ലാദേശ് ബോർഡറിൽ നമ്മളിപ്പം വളരെ കർക്കശമായിട്ട് മ്യാൻമർ ബോർഡർ, നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും 10-16 കിലോമീറ്റർ കയറായിരുന്നു. അപ്പൊ അത് മാറ്റി. മ്യാൻമറിൽ നിന്ന് കയറുന്ന രോഹിംഗ്യൻ മുസ്ലിംസ് രണ്ടാമത് അവിടെ രാജ്യരൂപീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ട് പറഞ്ഞില്ലേ. മ്യാൻമറിന്റെ ബോർഡർ, ബംഗ്ലാദേശിന്റെ ബോർഡർ, നമ്മുടെ ഈ പറയുന്ന മണിപ്പൂര്, അവിടെയുള്ള ചില പ്രദേശങ്ങളിലും കൊണ്ട് ക്രിസ്ത്യൻ രാജ്യ രൂപീകരണത്തിന് വേണ്ടിയുള്ള ശ്രമം കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് വ്യക്തമായ പങ്ക് ഈ പറയുന്ന മ്യാൻമറിന് ഉൾപ്പെടെ ഉണ്ട്. എല്ലാം അതിനകത്ത് അവരുടെ പ്രവർത്തനം. അപ്പം മ്യാൻമർ ബോർഡറെല്ലാം നമ്മൾ അപ്പൊ നമ്മുടെ ബോർഡറുകളെല്ലാം വളരെ കൃത്യമായിട്ട് പരിരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ. കാരണം 2014 ശേഷം ബോർഡറുകൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി, ബോർഡറുകൾ വളരെ കൃത്യമാക്കി വേർതിരിച്ചു തുടങ്ങി. അതുകൊണ്ടാണല്ലോ ചൈന ബോർഡറൊക്കെ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പാടുപെട്ട് അതിനൊരു തീരുമാനമാക്കിയത്. നമുക്ക് കൃത്യമായ ഒരു ബോർഡർ ഉണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റം വന്നതിന് ശേഷം ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ചില കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ചില ഭൂമികളെല്ലാം വിട്ടുകൊടുത്തിട്ട് ഒരു അതിർത്തി പ്രദേശം, ഇനി നിങ്ങൾക്ക് ഇത്ര സ്ഥലം വേണമെങ്കിൽ തരാം, പക്ഷെ ഇതൊരു അതിർത്തി ആയിട്ടുണ്ട്, അങ്ങനെ ഒരു കൃത്യത വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കൂടുതൽ ഈ പറയുന്നവർക്ക് ഇല്ല ഇപ്പൊ. പക്ഷെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിന്റെ വിമത മുന്നേറ്റം നമുക്ക് ബോർഡറുകൾ കൃത്യമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം ബോർഡറുകൾ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡറുകൾ ഫെൻസിങ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യം വലിയ വലിപ്പത്തിലേക്ക് പോവുകയാണ്. ഇതുള്ള നുഴഞ്ഞുകയറ്റം വല്ല കയറും. പണ്ട് മോസ്കോ അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞതുപോലെ അവിടെ മതിൽ കെട്ടണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അവിടുന്ന് ഈ പറയുന്ന മയക്കുമരുന്നിരിക്കാനും മയക്കുമരുന്ന് കളിച്ചടക്കാനും എല്ലാം കൂടെ അമേരിക്കയിലോട്ട് കയറുമായിരുന്നല്ലോ. അപ്പൊ ഇതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ സുഖദേവ്പൂർ ഗ്രാമത്തില് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും അതിർത്തി സംബന്ധിച്ച് തർക്കം ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായപ്പം ശരിക്കും പറഞ്ഞാൽ പട്ടാളം അല്ല ഇടപെട്ട്, നാട്ടുകാരിറങ്ങി ബംഗ്ലാദേശി പട്ടാളക്കാരെ അടിച്ചോടിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ പട്ടാളം നോക്കി നിന്നിട്ട് നമ്മുടെ നാട്ടുകാര്, ഗ്രാമവാസികൾ ബംഗ്ലാദേശി പട്ടാളത്തെ അടിച്ചോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അത് നോർത്ത് ഈസ്റ്റ് ഫെൻസിങ്ങും അല്ലെങ്കിൽ ഈ ഫെൻസിങ് ഇടുന്നതിന് വേണ്ടി ഏതാണ്ട് 33,000 കോടി രൂപ ഇപ്പൊ ചെലവാക്കുന്നുണ്ട്. അത് അത്രയ്ക്ക് വലുപ്പത്തിൽ നമ്മൾ ബോർഡറുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് ചോദിക്കുക എന്തുകൊണ്ട് ഗ്രാമവാസികൾ ഇങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ബംഗ്ലാദേശിൽ ഈ പറയുന്ന കലാപത്തിന് ശേഷം, കലാപാഹ്വാനത്തിന് ശേഷം ഈ ഹസീനെ അട്ടിമറിച്ചു. ഹസീന ഇന്ത്യയിൽ വന്നു. അതിനുശേഷം വളരെ കൂടുതലായിട്ടുള്ള ഒരു നുഴഞ്ഞുകയറ്റം, അവിടെ സംഘർഷമാണ്. അന്നോട്ട് സംഘർഷം, ഇപ്പോഴും സംഘർഷം. നുഴഞ്ഞുകയറ്റത്തിന് സാധ്യത വന്നായിരുന്നു. ബോർഡർ മൊത്തവും നമ്മൾ
പട്ടാളത്തെ ഉപയോഗിച്ച് ശക്തമാക്കി. കാരണം നുഴഞ്ഞുകയറ്റ സാധ്യത തടയുന്നതിന് വേണ്ടി അതുകൊണ്ട് ഇവിടുന്ന് കയറാൻ നിന്ന ക്രിമിനൽസും അല്ലെങ്കിൽ പറയുന്ന ഭീകരവാദികളും മറ്റൊരു പലരെ പിടിച്ചു, പലരെ വെടിവെച്ചു, അങ്ങനെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്ത് ആസാം ഉൾപ്പെടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നബാധിതമായിട്ടുള്ള ബോർഡറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ സാധ്യതയുള്ള ബോർഡറുകൾ മൊത്തവും നമ്മൾ ആ പ്രദേശത്തുള്ള ഗ്രാമവാസികളെ കൂടി ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതായത് അതിനോട് ചുറ്റും കിടക്കുന്ന നമ്മൾ കാശ്മീരിൽ ആ ഒരു പ്രക്രിയ വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ വിജയമായിരുന്നു. അങ്ങനെയാണ് ഈ നുഴഞ്ഞു കയറ്റക്കാരെ ആ ഗ്രാമവാസികൾ സ്വാധീനിക്കാതെ വരുന്ന ഒരവസ്ഥയും നുഴഞ്ഞു കയറ്റക്കാരുണ്ടെങ്കിൽ ഗ്രാമവാസികൾ പട്ടാളക്കാരെ വളരെ പെട്ടെന്ന് അറിയിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായപ്പോഴാണ് അവിടുത്തെ ഭീകരവാദികളെ പെട്ടെന്ന് നമുക്ക് ട്രാപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും അതൊക്കെ പുതിയ നിയമം അനുസരിച്ച് വലിയ പാടാണ്. കാരണം പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വേറെ ആനുകൂല്യങ്ങളോ ഒന്നും കിട്ടത്തില്ലെന്നുള്ള ഒരു പുതിയ നിയമമായിട്ട് ഇപ്പോൾ അമിത്ഷാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് വളരെ കൂടുതലായിട്ട് ഭയമുണ്ട്. എന്നാലും ചില ഇടത്തൊക്കെ വളരെ കുറച്ചാണെങ്കിലും നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്രാമവാസികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇതെല്ലാം അറിയാം. കാരണം ട്രെയിൻ ചെയ്തിട്ടുള്ള പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പട്ടാളത്തെ നേരിടുന്നതിന് അല്ല, ശരിക്കും പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റം തടയുന്നതിന് വേണ്ടി. അതായത് ഗ്രാമവാസികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ശ്രദ്ധ, നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞാൽ ശ്രദ്ധ ശകലം തെറ്റുമ്പോഴാണല്ലോ കയറുന്നത്. അതിനല്ലേ നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത്. കയറി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഗ്രാമവാസികൾക്ക് അറിയാൻ പറ്റും ഇവർക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്നത്. പട്ടാളത്തിന്റെ കണ്ണ് വെച്ചാലും നമ്മുടെ പ്രദേശത്ത് കയറിയ ഗ്രാമവാസികൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഗ്രാമവാസികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ കയറുമ്പോൾ പോട്ടെ, അല്ലെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ എവിടെ നിന്ന് കിടക്കുവാണ്, ഇത് വന്ന് അവിടെ ഇതിനകത്തോട്ട് കയറുന്ന കാര്യമല്ല. എവിടെയെങ്കിലും ഒരു ഷെഡോ വല്ലോ അടിച്ച് അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ചതപ്പോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഗുണമില്ലാത്ത സ്ഥലത്താണല്ലോ ഈ നുഴഞ്ഞുകയറ്റക്കാർ കിടക്കുന്നത്. അപ്പൊ അവിടെ ശ്രദ്ധിക്കാതെ. പക്ഷെ ഇപ്പൊ കയറി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ട്രാപ്പ് അല്ലെങ്കിൽ അവരെ നോട്ട് ചെയ്ത് അവരെ പട്ടാളത്തിന്റെ അതേ ജോലി തന്നെ അവിടുത്തെ ഗ്രാമവാസികളും ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതായത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾ പഴയതുപോലെയല്ല ഇന്ത്യയുടെ ശത്രുക്കളാണ്. അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ നാളെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി വളരെ ബോധേഡാണ് ഗ്രാമവാസികൾ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യക്കാർ കൂടുതൽ ദേശസ്നേഹികളാകും. അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ കയറിയാൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ ഇവർക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ള വളരെ ബോധ്യം വന്ന കാര്യമുണ്ട്. അനുഭവമുണ്ടല്ലോ. ഈ ത്രിപുരയിലും ആസാമിലായാലും അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളെ ഇവർ വന്നിട്ട് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരും അതോടൊപ്പം തന്നെ ഈ അഭയാർത്ഥികളായിട്ട് വന്നവരും വലിയ രീതിയിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ ബംഗാളിലെല്ലാം നമുക്കറിയാമല്ലോ, അവിടുത്തെ പ്രാദേശിക സർക്കാരുകൾ തന്നെ ഇവർക്ക് ഈ ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡെല്ലാം കൊടുത്ത് അവരുടെ വോട്ടറാക്കി മാറ്റി തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പാഠം പഠിച്ചത് കൊണ്ടായിരിക്കുമോ ഈ അവിടുത്തെ പ്രദേശവാസികളും ഗ്രാമവാസികളും എല്ലാം ഇത്തരം സംഘങ്ങൾക്കെതിരെ തിരിയുന്നത്? ഉറപ്പായിട്ട്. ഈ ബംഗ്ലാദേശിൽ ഈ പറയുമ്പം ബംഗ്ലാദേശികൾ കടന്നു കയറി പശ്ചിമ ബംഗാളിലെ പല ബോർഡർ ഗ്രാമങ്ങളും ഈ പറയുന്നത് പോലെ ചിലരുടെയൊക്കെ സഹായത്തോടു കൂടി ആ ബോർഡർ ഗ്രാമങ്ങളിൽ നിന്നും ഹിന്ദു ആൾക്കാർ പലായനം ചെയ്യുന്ന വലിയൊരു ഘട്ടത്തിൽ അല്ല, പല ബോർഡറിലെല്ലാം ഹിന്ദുക്കളൊന്നും ഇല്ല. അപ്പൊ അവരുടെ അത് കടന്നു കയറി ചില ജില്ലകൾ പൂർണ്ണമായിട്ടും അരക്കൻ ആർമിയുടെയും ബംഗ്ലാദേശികളുടെയും കയ്യിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ ആധാർ, റേഷൻ കാർഡിനെ പറ്റും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും NRC എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതൊന്നും ഐഡന്റിറ്റി അല്ല. അതറിയാമോ? NRC രജിസ്റ്റർ വരുമ്പോഴേ ആധാർ കാർഡ് ഐഡന്റിറ്റി അല്ല, തിരിച്ചറിയക്കാരുടെ ഐഡന്റിറ്റി അല്ല, പാസ്പോർട്ട് ഐഡന്റിറ്റി ഒന്നും അല്ല. അപ്പം അതൊന്നും ഇവരെ വോട്ട് ചെയ്യാൻ നടപ്പിലാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അല്ല. പ്രതിപക്ഷം നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത പല കാര്യങ്ങളും ആണല്ലോ ഇന്ത്യ ഗവൺമെന്റ് നടപ്പാക്കുക. ഏതാ പ്രതിപക്ഷം നടപ്പിലാക്കാൻ സമ്മതിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ പറ്റി? NRC അല്ലെങ്കിൽ NRC അല്ലല്ലോ ഈ പറയുന്ന പൗരത്വ നിയമം നടപ്പാക്കാൻ സമ്മതിച്ചിട്ട് ഒരു നിയമവും ഒരു നടപ്പാക്കാൻ സമ്മതിക്കത്തില്ല. അത് വിചാരിച്ചിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല. പ്രതിപക്ഷം പറയുന്നതല്ല, രാജ്യത്തിന് ഗുണമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. അപ്പം വളരെ കൂടുതൽ പ്രദേശങ്ങൾ അതിർത്തിയിൽ ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ ആൾക്കാർ കടന്നു കയറി ആ രാജ്യത്തെ ആൾക്കാരെ ഓടിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ആൾക്കാരെ ഓടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് തന്നെ കാശ്മീർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇതറിയാം, ശ്രീജിത്ത് ചോദിച്ചാൽ ഇത് അറിയാം. അതുകൊണ്ട് തന്നെ കടന്നുകയറ്റക്കാരെ, നുഴഞ്ഞു കയറ്റക്കാരെ കയറ്റിയാൽ നാളെ കാലത്തെ ഇവർക്ക് അപകടമാവും, ഇന്ത്യക്ക് അപകടമാവുന്നതിന്റെ കൂട്ട് ഇവർക്ക് അപകടമാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഏതായാലും പട്ടാളത്തിന്റെ കൂടെ ഗ്രാമവാസികളും ബംഗ്ലാദേശികളെ ഉൾപ്പെടെ ഇവിടുത്തെ നുഴഞ്ഞു കയറ്റക്കാരെ തുരത്തുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.